ആപ്റ്റിക്സ് അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ശരി. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എല്ലാ PSC എക്സാമിന് ചോദിക്കുന്ന ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് വോയിസ് ആണ്. വോയിസ് കേട്ടിട്ടുണ്ട് നിങ്ങൾ? വോയിസ് അതാണ് എടുക്കാൻ പോകുന്നത്. എന്താ വോയിസ്? ഇംഗ്ലീഷിൽ രണ്ട് തരം വോയിസ് ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് വോയിസ്, അടുത്തത് പാസീവ് വോയിസ്. ഇങ്ങനെ രണ്ട് തരം വോയിസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് ആക്റ്റീവ് വോയിസ്, അടുത്തത് പാസീവ് വോയിസ്. എന്താ വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ വോയിസ് എന്ന് പറഞ്ഞ അർത്ഥം? ശബ്ദം എന്നാണോ? ഓക്കെ, ശബ്ദം എന്ന അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. ഇവിടെ വോയിസിന്റെ അർത്ഥം എന്താ അറിയോ? ഒരു സെന്റൻസ് എന്നർത്ഥം. ഒരു സെന്റൻസ്, അതാണ് വോയിസിന്റെ അർത്ഥം. എന്താണ്? ഒരു സെന്റൻസ്. അപ്പൊ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന് രണ്ട് തരത്തിൽ പറയാം. ഒന്ന് ആക്റ്റീവ് വോയിസിൽ പറയാം, അടുത്തത് പാസീവ് വോയിസിൽ പറയാം. ഒരു സെന്റൻസിന് ഇംഗ്ലീഷിൽ രണ്ട് രൂപത്തിൽ പറയാം. ഒന്ന് ആക്റ്റീവ് വോയിസ്, അടുത്തത് പാസീവ് വോയിസ്. എന്താ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാല്? എന്താ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ? എന്താ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന, പണിയെടുക്കുന്ന, അതാണ് അർത്ഥം. അപ്പൊ നോക്കുക, നിങ്ങളൊരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് നോക്കുക. ആ സബ്ജക്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങളൊരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ നോക്കുക, സബ്ജക്റ്റ് ആണ് നോക്കുക. ആ സെന്റൻസിൽ സബ്ജക്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാ. ആക്റ്റീവ് വോയിസിലാ. ഇപ്പൊ ഇവിടെ നോക്കൂ, റഹീം. ഞാൻ ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. റഹീം റോട്ട് എ ലെറ്റർ. റഹീം ഒരു കത്ത് എഴുതി അല്ലെ. ഇവിടെ സബ്ജക്ട് ആരാ? റഹീം ആണ് ഇവിടെ സബ്ജക്ട്. ഇവിടെ സബ്ജക്ട് ആരാ? റഹീം. ഈ റഹീം എന്നറിയപ്പെടുന്ന ഈ സബ്ജക്ട് ഒരു ജോലി ചെയ്യുന്നുണ്ട്. എന്താ? എഴുതി. എന്താ എഴുതിയത്? കത്ത് അല്ലെ. എഴുതി എന്നറിയപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഈ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. അപ്പൊ ഒരു സെന്റൻസിലെ സബ്ജക്ട് ആക്റ്റീവ് ആണെങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലായിരിക്കും. ഏത് വോയിസിലായിരിക്കും? ആക്റ്റീവ് വോയിസിലായിരിക്കും. ഓക്കെ, ഇപ്പൊ റഹീം റോട്ട് എ ലെറ്റർ. റഹീം ഒരു കത്ത് എഴുതി. ഈ സെന്റൻസിൽ റഹീം എന്നറിയപ്പെടുന്ന ഈ സബ്ജക്ട്. സബ്ജക്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന്റെ തുടക്കം വരുന്ന ആളെയാണ് എന്തെന്ന് പറയാ? സബ്ജക്ട്. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിന്റെ തുടക്കം വരുന്ന ആൾ എന്താ വിളിക്കാം? സബ്ജക്ട്. ഇനി ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ രണ്ടാമത് വരുന്ന ആൾ എന്താ വിളിക്കുക? വേർബ്. 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 ഇനി ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിൽ മൂന്നാമത് വരുന്ന ആൾ എന്താ വിളിക്കുക? ഒബ്ജക്ട്. ഒബ്ജക്ട്. അപ്പൊ ആദ്യം വരുന്ന ആളെ സബ്ജക്ട്, രണ്ടാമത് വരുന്ന ആളെ വേർബ്, മൂന്നാമത് വരുന്ന ആളെ ഒബ്ജക്ട് അല്ലെ. അപ്പൊ ഒരു സെന്റൻസിലെ സബ്ജക്ട് ആദ്യം വരുന്ന ആള്, സബ്ജക്ട് ആക്റ്റീവ് ആണെങ്കിൽ, സബ്ജക്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. ഓക്കെ, ഇനി പാസീവ് വോയിസ് അല്ലെ. പാസീവ് വോയിസ്. എന്താ പാസീവ് വോയിസ്? ഒരു സെന്റൻസ് എപ്പോഴാ പാസീവ് വോയിസിലാകാന്ന് വെച്ചാൽ ആ സെന്റൻസിലെ സബ്ജക്ട് നോക്കുക. സബ്ജക്ട് പാസീവ് ആണോ നോക്കുക. എന്താ പാസീവ് എന്ന് പറഞ്ഞാൽ? ആക്റ്റീവിന്റെ ഓപ്പോസിറ്റ് ആണ് പാസീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം ജോലി ചെയ്യുന്ന. പാസീവ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാത്ത. അപ്പൊ ആ സെന്റൻസിലെ സബ്ജക്ട് ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിൽ ആ സെന്റൻസ് ഏത് വോയിസിലാണ്? പാസീവ് വോയിസിലാണ്. ആ സെന്റൻസിലെ സബ്ജക്ട് ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിൽ ആ സെന്റൻസ് ഏത് വോയിസിലാണ്? പാസീവ് വോയിസിലാണ്. ഇപ്പൊ എ ലെറ്റർ വാസ് റിട്ടൺ ബൈ റഹീം. എ ലെറ്റർ വാസ് റിട്ടൺ. എ ലെറ്റർ ഒരു കത്ത്. എ ലെറ്റർ വാസ് റിട്ടൺ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു കത്ത് എഴുതി. ആര്? റഹീം. റഹീം ഒരു കത്ത് എഴുതി. അപ്പൊ ഇവിടെ സബ്ജക്ട് ആരാ? എ ലെറ്റർ ആണ്. ഇവിടെ എ ലെറ്റർ എന്നറിയപ്പെടുന്ന ഈ സബ്ജക്ട് ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ ഈ എ ലെറ്റർ വാസ് റിട്ടൺ ബൈ റഹീം എന്ന് പറഞ്ഞ സെന്റൻസ് ഏത് വോയിസിലാ? പാസീവ് വോയിസിലാ. അപ്പൊ ഒരു സെന്റൻസിലെ സബ്ജക്ട് ആക്റ്റീവ് ആണെങ്കിൽ ആ സെന്റൻസ് ഏത് വോയിസിലായിരിക്കും? ആക്റ്റീവ് വോയിസിലായിരിക്കും. ഇനി ഒരു സെന്റൻസ് പാസീവ് ആണെങ്കിൽ നോക്കൂ, ഇവിടെ എ ലെറ്റർ ആണ് ഇവിടെ സബ്ജക്ട്. അപ്പൊ എ ലെറ്റർ എന്നറിയപ്പെടുന്ന സബ്ജക്ട് ഒരു ജോലിയും ഇവിടെ ചെയ്യുന്നില്ല. അപ്പൊ ഈ സെൻസ് ഏത് വോയിസിലാ? പാസീവ് വോയിസിലാ. ഇതാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ശരി. അപ്പൊ ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് നിങ്ങൾക്ക് തന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ നിങ്ങളോട് പറയും. ഓക്കെ, ശരി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാണ് ഒരു സെന്റൻസിൽ ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക? മൂന്ന് സ്റ്റെപ്പ് ഉള്ളത്. അതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ സെന്റൻസിലെ ഒബ്ജക്ട് ആരെ നോക്കുക. ഒബ്ജക്റ്റിനെ ആക്റ്റീവ് വോയിസിലെ ദേ സ്പീക്ക് തമിഴ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ്, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങളോട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയും. ഇങ്ങനെയാണ് ചോദിക്കുക. ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് തരും, എന്നിട്ട് നിങ്ങളോട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയും. ഇങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ദേ സ്പീക്ക് തമിഴ്. അവർ തമിഴ് സംസാരിക്കാറുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ സെന്റൻസിലെ ഒബ്ജക്ട് ആരാ നോക്കുക, അയാളെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിലെ തുടക്കം വരുന്ന ആൾ എന്താ വിളിക്കുക? സബ്ജക്ട്. എന്താ വിളിക്കുക? സബ്ജക്ട്. രണ്ടാമത് വരുന്ന ആൾ എന്താ വിളിക്കുക? വേർബ്. എന്താ വിളിക്കുക? വേർബ്. മൂന്നാമത് വരുന്ന ആൾ എന്താ വിളിക്കുക? ഒബ്ജക്ട്. അപ്പൊ ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് തന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. സബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ തുടക്കല്ലേ? തുടക്കമാണ് സബ്ജക്റ്റിന്റെ സ്ഥാനം. ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതാണ് ആക്റ്റീവ് വോയിസിൽ ഒരു സെന്റൻസ് തന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക.
ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഒരു 8 ആളുകളിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. ആക്റ്റീവ് വോയിസിന്റെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ 8 ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും ഉറപ്പാണ്. നോക്കണം, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ V1 നിങ്ങൾ കണ്ടാൽ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ V1 എന്ന് നിങ്ങൾ കണ്ടാൽ പിന്നീട് എഴുതേണ്ടത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതണം. പ്ലസ് ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഇവിടെ ഈസ് ആണോ ആം ആണോ ആർ ആണോ എന്ന് ആരാ തീരുമാനിക്കുക? ആ അവിടെ വരുന്ന സബ്ജക്റ്റ് ആണ് തീരുമാനിക്കുക. ഈ സബ്ജക്റ്റ് ആണ് തീരുമാനിക്കുക ഇവിടെ ഈസ് ആണോ അല്ലെങ്കിൽ ആം ആണോ അല്ലെങ്കിൽ ആർ ആണോ എന്ന് തീരുമാനിക്കുക. ഇവിടെ ഒരാളൊക്കെ വന്നാൽ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഒരാളൊക്കെ വന്നാൽ, ഇപ്പൊ തമിഴ് എന്ന് പറഞ്ഞ ഒരു ഭാഷയുടെ പേരാണ്, സിംഗുലർ ആണ്, ഒരു ഭാഷയുടെ പേരാണ്, സിംഗുലർ ആണ്. അപ്പൊ ഈസ് എഴുതണം. ഇവിടെ യു അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ വി ഒക്കെ ആണെങ്കിൽ ആർ എഴുതണം. ഇവിടെ ഐ ആണെങ്കിൽ മാത്രം ആം എഴുതാൻ പാടുള്ളൂ. ഇതൊക്കെ ടെൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, ശരി. ഇനി നോക്കുക, ആക്റ്റീവ് വോയിസിന്റെ സബ്ജക്ട് കഴിഞ്ഞിട്ട് V1 കണ്ടാൽ, ആക്റ്റീവ് വോയിസിന്റെ സബ്ജക്ട് കഴിഞ്ഞിട്ട് V1 കണ്ടാൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എന്ന് എഴുതുക. പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഇനി നോക്കുക, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ പിന്നെ നിങ്ങൾ എഴുതേണ്ടത് അത് എന്തായിട്ട് മാറും? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിൽ ആരെങ്കിലും ഒരാൾ വീണ്ടും എഴുതണം. പ്ലസ് ബീയിങ് എന്ന് എഴുതണം. എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കണം. അതൊക്കെ എക്സാമ്പിൾ കാണുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, എഴുതിയെടുക്കണം, അതെല്ലാം എഴുതിയെടുക്കണം കേട്ടോ. ഇനി നോക്കുക, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 കണ്ടാൽ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 കണ്ടാൽ, ഹാസോ ഹാവോ കണ്ടാൽ അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 കണ്ടാൽ അത് എന്താക്കി മാറ്റണം? ആ ഹാസ് ഹാവ് ഇതിൽ ആരെങ്കിലും ഒരാൾ വീണ്ടും എഴുതുക. എന്നിട്ട് ബീൻ എന്ന് എഴുതുക. പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. മനസ്സിലായി പറഞ്ഞത്? ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 വന്നാൽ ആ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇവിടെ വീണ്ടും എഴുതുക. എന്നിട്ട് ബീൻ എന്ന് എഴുതുക. പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഇവിടെ ഹാസോ ഹാവോ വന്നാൽ, ഞാൻ പറഞ്ഞു ഹാസോ ഹാവോ ഒക്കെ വന്നാൽ അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. ആ V3 താഴെ എടുത്ത് എഴുതിയാൽ മതി. ബീൻ എഴുതിയിട്ട് ആ V3 എഴുതുക. ഇവിടെ ഹാസ് ആണോ ഹാവ് ആണോ ആരെ തീരുമാനിക്കുക? ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഇവിടെ ഹീയും ഷീയും ഒക്കെ ആണെങ്കിൽ ഹാസ് എഴുതണം. ഇവിടെ ഐ യു ദേവി ഒക്കെ വന്നാൽ ഹാവ് എഴുതണം. ഇതൊക്കെ ടെൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ V2 ശ്രദ്ധിക്കണം. ഇവിടെ V2 ആണ് വരുന്നതെങ്കിൽ അതിനെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 ആക്കാം. ഇവിടെ V2 ആണ് വരുന്നതെങ്കിൽ അതെന്താക്കി മാറ്റണം? ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞിട്ട് V2 വന്നാൽ അതിനെ വാസ് അല്ലെങ്കിൽ വേർ ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക. പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഓക്കെ, ശരി. ഇനി നോക്കുക, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ, വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ ആ വാസ് അല്ലെങ്കിൽ വേർ ഇതിൽ ആരെങ്കിലും ഒരാൾ വീണ്ടും എഴുതുക. എന്നിട്ട് ബീയിങ് ശ്രദ്ധിക്കണം, ing അവസാനിക്കുന്ന വാക്ക് കണ്ടാൽ ആ പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് ബീയിങ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പ്ലസ് V3. ഓക്കെ, ശരി. അപ്പൊ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ ആ വാസ് വേർ ഇതിൽ ആരെങ്കിലും ഒരാൾ വീണ്ടും എഴുതുക. എന്നിട്ട് ബീയിങ് എന്ന് എഴുതുക. പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഇനി നോക്കുക, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 കണ്ടാൽ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 കണ്ടാൽ പാസീവ് വോയിസിൽ എന്താക്കി മാറ്റുക? ഹാഡ് ബീൻ എന്നാക്കി മാറ്റുക. പ്ലസ് V3 എടുക്കുക. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇത് ടെൻസ് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു ഇംഗ്ലീഷിൽ ഒരു സെന്റൻസിലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് കണ്ടാൽ അതിനുശേഷം വരുന്ന വെർബ് ആരായിരിക്കും? V3 ആയിരിക്കും. അപ്പൊ ആക്റ്റീവ് വോയിസിൽ നിങ്ങൾ ഹാസോ ഹാവോ ഹാഡോ കണ്ടാൽ, അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. ആ V3 താഴെ എടുത്ത് എഴുതാം. ഇവിടെ ഹാഡ് ആണ്. അപ്പൊ ഹാഡ് പ്ലസ് V3 കണ്ട ഹാഡ് ബീൻ എഴുത പ്ലസ് V3 എഴുത. ഓക്കെ, ശരി. ഇനി ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ വിൽ അല്ലെങ്കിൽ വുഡ്, ഷാൾ അല്ലെങ്കിൽ ഷുഡ്, ക്യാൻ അല്ലെങ്കിൽ കുഡ്, മേ അല്ലെങ്കിൽ മൈറ്റ് അല്ലെങ്കിൽ മസ്റ്റ്. ഈ 9 ആരെങ്കിലും ഒരാളുണ്ടോ നോക്കുക. ആരൊക്കെയാ? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഈ 9 ആരെങ്കിലും ഒരാൾ ആക്റ്റീവ് വോയിസിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അയാൾ എഴുതുക. അപ്പൊ വിൽ എന്ന് കണ്ടാൽ വിൽ എന്ന് എഴുതുക. എന്നിട്ട് ബി എന്ന് എഴുതണം. ബി പ്ലസ്
വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഇനി ഇവിടെ ഷാൾ ആണെങ്കിൽ ഷാൾ ബി പ്ലസ് V3. ഇനി ഇവിടെ ക്യാൻ ആണെങ്കിൽ ക്യാനെ താഴെ കൊണ്ടുവരിക, അത് കഴിഞ്ഞ ഉടനെ ബി എന്ന് എഴുതുക, ബി, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഇനി കുഡ് ആണെങ്കിൽ കുഡ് ബി പ്ലസ് V3, മേ ആണെങ്കിൽ ബേബി പ്ലസ് V3, മൈറ്റ് ആണെങ്കിൽ മൈറ്റ് ബി പ്ലസ് V3, മസ്റ്റ് ആണെങ്കിൽ മസ്റ്റ് ബി പ്ലസ് V3. അപ്പൊ ഈ 9 ആരെങ്കിലും ഒരാൾ കണ്ടാൽ അതിനെ ആ വാക്കിന് അപ്പുറത്ത് വീണ്ടും എഴുതുക, എന്നിട്ട് ബി എന്ന് ചേർക്കുക, ബി എന്ന് ചേർക്കുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. മനസ്സിലായോ? മസ്റ്റ് കണ്ടാൽ മസ്റ്റ് താഴെ എഴുതുക, എന്നിട്ട് ബി എന്ന് ചേർക്കുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. മൈറ്റ് ആണെങ്കിൽ മൈറ്റ് ബി പ്ലസ് V3 അങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ശരി. ഇനി ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കൈയുടനെ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് കണ്ടാൽ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3, വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3 കണ്ടാൽ ആ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവിനെ താഴെ കൊണ്ടുവരിക, എന്നിട്ട് ബീൻ എന്ന് ചേർക്കുക. വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവിനെ താഴെ കൊണ്ടുവരിക, എന്നിട്ട് ബീൻ എന്ന് ചേർക്കുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. മനസ്സിലായോ? അപ്പൊ വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3 കണ്ടാൽ അതിനെന്ത് ചെയ്യണം? വിൽ ഹാവ് ആണെങ്കിൽ വിൽ ഹാവ് ബീൻ എഴുതുക, ഷാൾ ഹാവ് ആണെങ്കിൽ ഷാൾ ഹാവ് ബീൻ എഴുതുക, പ്ലസ് V3. ആ ചോദ്യത്തിൽ V3 ഉണ്ടാവും, കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ ഹാസോ ഹാവോ ഹാഡോ കണ്ടാൽ അവിടെയൊക്കെ ഹാവ് ഉണ്ട്, കണ്ടോ? ആക്റ്റീവ് വോയിസിൽ ഹാസോ ഹാവോ ഹാഡോ കണ്ടാൽ അവിടെ ഹാവ് ഉണ്ട്, അതിനുശേഷം വരുന്ന വെർബ് ആരായിരിക്കും? V3 ആയിരിക്കും. അപ്പൊ വിൽ ഹാവ് ആണെങ്കിൽ വിൽ ഹാവ് ബീൻ പ്ലസ് V3, ഷാൾ ഹാവ് ആണെങ്കിൽ ഷാൾ ഹാവ് ബീൻ പ്ലസ് V3 എന്നാക്കി മാറ്റുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞുടനെ ഈ 8 ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. അതിൽ ആരാണോ ഉള്ളത് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കും, ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് എന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അവിടെ ഒബ്ജക്റ്റ് ആരാ? ടമൽ. ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ഈ 9 ആരെങ്കിലും ഒരാളുണ്ടെന്ന് നോക്കുക. അവിടെ നോക്കുക, ആരെങ്കിലും ഒരാളുണ്ടാവുന്ന ഉറപ്പാ. അവിടെ നോക്ക്, സ്പീക്ക്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് V1 ആണ് അല്ലെ? സ്പീക്ക് എന്ന് പറഞ്ഞാൽ V1, അതിന്റെ വീട്ടിൽ എന്താ? സ്പോക്ക്. റൈറ്റ് എന്ന് പറഞ്ഞാൽ V1, അതിന്റെ വീട്ടിൽ എന്താ? റോട്ട്, അതിന്റെ V3 റിട്ടേൺ. ടേക്ക് എന്ന് പറഞ്ഞാൽ V1, അതിന്റെ വീട്ടിൽ എന്താ? ടുക്ക്, അതിന്റെ V3 ടേക്കൺ. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ടേക്ക്, ടുക്ക്, ടേക്കൺ, ഗോ, വെന്റ്, ഗോൺ അല്ലെ? റൈറ്റ്, റോട്ട്, റിട്ടേൺ, ഇതൊക്കെ V1, V2, V3 ഇതൊക്കെ ടെൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് എന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കഴിഞ്ഞുടനെ നോക്കുക. അവിടെ നോക്ക്, സ്പീക്ക് എന്നറിയപ്പെടുന്ന V1 ഉണ്ട്. അപ്പൊ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കഴിഞ്ഞുടനെ V1 കണ്ടാൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക, പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ടമലാണ്. ടമൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഷയുടെ പേരാണ്, ഒരു ഭാഷയാണ് അല്ലെ? അപ്പൊ ഈസോ ആമോ ആറോ അത് സിംഗുലർ ആണ്. അപ്പൊ എന്താ പറയുക? ഈസ് ആണ് എഴുതേണ്ടത്. ടമൽ ഈസ് അല്ലെ? ഓക്കെ, ഇനി V3 എടുക്കുക. ഇവിടെ സ്പീക്ക് ആണ് വെർബ്. സ്പീക്കിന്റെ V3 എന്താ? സ്പീക്ക് പറഞ്ഞ V1, അതിന്റെ വീട്ടോ എന്താ അല്ലെ? നിങ്ങൾക്കറിയാം സ്പീക്ക് എന്ന് പറഞ്ഞ V1 ആണ് അല്ലെ? അതിന്റെ വീട്ടോ എന്താ? അതിന്റെ വീട്ടോ എന്താ? സ്പോക്ക്. സ്പോക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതിന്റെ V3യോ? സ്പോക്കൺ. അതിന്റെ V3 എന്താ? സ്പോക്കൺ. ഇപ്പൊ റൈറ്റ് എന്ന് പറഞ്ഞ V1 നിങ്ങൾക്കറിയാം. റൈറ്റ് എന്ന് പറഞ്ഞ V1, അതിന്റെ വീട്ടോ എന്താ? റോട്ട്, അതിന്റെ V3യോ? റിട്ടേൺ. റിട്ടേൺ, റിട്ടേൺ ഇതെല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ, അപ്പൊ ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. സ്പീക്കിന്റെ V3 എന്താ? സ്പോക്കൺ. ഇതാണ് രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇനി നോക്കൂ, ഇവിടെ അല്ലെ ഈസ് ആം ആർ ഈസ് ആണ് വരിക. അപ്പൊ ടമൽ ഈസ് സ്പോക്കൺ അല്ലെ? രണ്ട് റൂളായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഈ 9 ആരെങ്കിലും ഒരാളുണ്ടാവും, അത് ആരാ നോക്കിയിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇവിടെ V1 ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആമോ അല്ലെങ്കിൽ ആർ ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക. ഈ ഈസോ ആമോ ആറോ ആരാ തീരുമാനിക്കുക? ഈ സബ്ജക്റ്റ് ആണ്. ഇവിടെ ടമലാണ്. തമിഴ് ഒരു ഭാഷയുടെ പേരാണ്. അപ്പൊ ഈസ് എഴുതുക. ഇവിടെ ഐ ആണെങ്കിൽ ആം എഴുതുക. ഇവിടെ യു അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ വി ഒക്കെ ആണെങ്കിൽ ആർ എഴുതുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3 അല്ലെ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3. സ്പീക്കിന്റെ V3 എന്താ? സ്പോക്കൺ അല്ലെ. രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി. ഇനി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ശ്രദ്ധിച്ചോളൂ. മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാല് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ ബൈ ചേർത്ത് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് ആരാ നോക്കുക, അതിന് ആരാണോ അയാളെ ബൈ ചേർത്ത് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? അവസാനല്ലേ, തുടക്കം വരുന്നത് സബ്ജക്ട്, അവസാനം വരുന്ന ഒബ്ജക്റ്റ് അല്ലേ. അപ്പൊ പാസീവ് വോയിസിലെ സബ്ജക്റ്റിനെ ബൈ ചേർത്ത് ആക്റ്റീവ് വോയിസിലെ
ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അല്ലെ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ ബൈ ചേർത്ത് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ബൈ ചേർത്ത് ദേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? ബൈ ചേർത്ത് ദേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബൈ ദം എന്നായിട്ട് മാറും. ബൈ ദേ എന്ന് പറയരുത്, ബൈ ദം എന്നായിട്ട് മാറും. ഈ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇവിടെ ഐ ആണെങ്കിൽ ബൈ ചേർത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ബൈ മീ എന്നായിട്ട് മാറും. ഇനി ഇവിടെ യു ആണെങ്കിൽ യുവിന് അതേപോലെ തന്നെ അതിന് മാറ്റം വരില്ല, ബൈ യു എന്നായിട്ട് മാറും. ഇനി ഇവിടെ വി ആണെങ്കിൽ ബൈ ചേർത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ബൈ അസ് എന്നായിട്ട് മാറും. ഇനി ഇവിടെ ഹി ആണെങ്കിൽ ബൈ ചേർത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ബൈ ഹിം എന്നായിട്ട് മാറും. ഇനി ഇവിടെ ഷീ ആണെങ്കിൽ ബൈ ചേർത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ബൈ ഹർ എന്നായിട്ട് മാറും. ഈ ഒരു മാറ്റം അവിടെ ഉണ്ട്. ഇവിടെ ദേ ആണുള്ളത്, അപ്പൊ ബൈ ചേർത്ത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ബൈ ദം ആയിട്ട് മാറും. മനസ്സിലായി? ഇവിടെ ഐ ആണെങ്കിൽ ബൈ മീ, ദേ ആണെങ്കിൽ ബൈ ദം, വി ആണെങ്കിൽ ബൈ അസ്, ഹി ആണെങ്കിൽ ബൈ ഹിം, ഷീ ആണെങ്കിൽ ബൈ ഹർ, ഇവിടെ ഐ ആണെങ്കിൽ ബൈ മീ. അങ്ങനെ മാറ്റം വരും. അപ്പൊ എന്താ ആൻസർ വരിക? തമിഴ് ഈസ് സ്പോക്കൺ ബൈ ദം. ഇതാണ് ആൻസർ വരിക. ഇങ്ങനെയാണ് ആക്റ്റീവ് വോയിസിലെ ഒരു സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റിയിട്ട് ഈ 3 സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മെയിൻ സാധനം എന്താ? ഇതാണ്, ഈ 8 കാര്യങ്ങളാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഐ സീ ഹിം. ഐ സീ ഹിം അല്ലെ. അപ്പൊ ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയാണ് അല്ലെ. അപ്പൊ നോക്ക്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒബ്ജക്റ്റ് ആരാ? ഹിം ആണ് അല്ലെ. ഇവിടെ ഒബ്ജക്റ്റ് ആരാ? ഹിം ആണ്. ആ ഹിം ആണെങ്കിൽ ശ്രദ്ധിക്കട്ടെ, ഹിമ്മിനെ അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇവിടെ ഹിം എന്നാണെങ്കിൽ അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? അറിയോ? ഹി എന്നായിട്ട് മാറും. എന്തായിട്ട് മാറും? ഹി. അപ്പൊ അവിടെ ഇനി അവിടെ ഹിം ആണെങ്കിൽ ഹി ആയിട്ട് മാറും. ഇനി ഇവിടെ ദം ആണെങ്കിലോ ദേ എന്നായിട്ട് മാറും. ഇനി ഇവിടെ അസ് എന്നാണെങ്കിലോ വി എന്നായിട്ട് മാറും, വി. ഇനി ഇവിടെ ഹിം ആണെങ്കിൽ ഹി ആവും. ഇനി ഇവിടെ ഹെർ ആണെങ്കിലോ ഷീ എന്നായിട്ട് മാറും. ഹെർ ആണെങ്കിൽ ഷീ എന്നായിട്ട് മാറും. ഇനി ഇവിടെ മീൻ ആണെങ്കിലോ ഐ എന്നായിട്ട് മാറും, ഐ. ഇവിടെ യു ആണെങ്കിൽ യു അതേപോലെ തന്നെ. അപ്പൊ ഇവിടെ ഹിം ആകുമ്പോ ഹി ആയിട്ട് മാറും, ഹെർ ആണെങ്കിൽ ഷീ എന്നായിട്ട് മാറും, ദം എന്നാണെങ്കിൽ ദേ ആയിട്ട് മാറും, അസ് ആണെങ്കിൽ വി എന്നായിട്ട് മാറും, മീ ആണെങ്കിൽ ഐ ആയിട്ട് മാറും, യു ആണെങ്കിൽ അത് അതേപോലെ തന്നെ. ഓക്കെ, ശരി. അപ്പൊ ഹിം ഹി ആക്കി മാറ്റാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ഞാൻ ഈ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഈ 9 ആരെങ്കിലും ഒരാളുണ്ട് നോക്കുക. ഇവിടെ നോക്ക്, സി ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ V1 ആണ്, അതെല്ലാവർക്കും അറിയാം അല്ലെ. V1 അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. V1 കണ്ടാൽ എന്താ എഴുതേണ്ടത്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക, പ്ലസ് വെർബിന്റെ 3ാമത്തെ ഫോം എടുക്കുക. ഇനി ഇവിടെ നോക്കൂ, ഈസ് ആണോ ആം ആണോ ആറോ ആരാ തീരുമാനിക്കുക? ഇയാളാണ്, ഹി. ഹി വരുന്ന സമയത്ത് ഈസോ ആമോ ആറോ? ഹി ഈസ് എന്നാ പറയേണ്ടത് അല്ലെ. ഹി ആവുമ്പോ ഇവിടെ ഹിയും ഷിയൊക്കെ ആണെങ്കിൽ എന്താ വരിക? ഈസ് ആണ് അല്ലെ. അപ്പൊ ഹി ഈസ് അല്ലെ, ഹി ഈസ്. ഈ സി, ഇവിടെ വെർബ് സി ആണ്, അതിന്റെ V3 വെർബിന്റെ 3ാമത്തെ ഫോം എടുക്കുക. സീസോ സീയിങ്, സീയിങ് എന്ന് എഴുതുക അല്ലെ. ഹി ഈസ് സീയിങ്. ഒന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി, രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി. ഇനി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഒബ്ജക്റ്റിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? അവസാനാണ്. അപ്പൊ ബൈ ചേർത്തി ഐ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? ബൈ ചേർത്തി ഐ അല്ലെ. ബൈ ചേർത്തി ഐ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും? ബൈ ചേർത്തി ഐ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? ബൈ മീ എന്നായിട്ട് മാറും അല്ലെ. കണ്ടല്ലോ എല്ലാവരും? ശരി. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ എന്താ വരിക? ഹി ഈസ് സീൻ ബൈ മീ. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ശരി. ഞാൻ അടുത്ത ചോദ്യം പറയുന്നത്, ദേ ആർ റീഡിംഗ് ബുക്സ്. ദേ ആർ റീഡിംഗ് ബുക്സ് അല്ലെ. ഓക്കെ, അപ്പൊ സബ്ജക്ട് ഇയാളാണ് അല്ലെ. സബ്ജക്ട് ഇതാണ്, ഒബ്ജക്റ്റ് ബുക്സ് ആണ് അല്ലെ. ദേ ആണ് സബ്ജക്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അല്ലെ. ബുക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ്, ഞാൻ ഈ പറഞ്ഞ 8 ആളുകൾ കാര്യങ്ങളുണ്ട് നോക്കുക. ഇവിടെ നോക്കുക, അത് സബ്ജക്ട് കഴിഞ്ഞ ഉടനെ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പറഞ്ഞ 8 ആളുകൾ കാര്യങ്ങളുണ്ടെന്ന് ഉറപ്പാണ്. നോക്കൂ, ഇവിടെ ഉണ്ട് ആർ പ്ലസ് വെർബ് പ്ലസ് ING ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സബ്ജക്ട് ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING കണ്ടാൽ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING കണ്ടാൽ, ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഇതിൽ ആരെങ്കിലും ഒരാളെ വീണ്ടും എഴുതുക. എന്നിട്ട് ബീയിങ് ചേർക്കണം. ഞാൻ പറഞ്ഞു ING വാക്ക് ആക്റ്റീവ് വോയിസിൽ ING കണ്ടാൽ പാസീവ് വോയിസിൽ ബീയിങ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ബീയിങ് ഇവിടെയാണ് എഴുതേണ്ടത്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വീണ്ടും എഴുതുക, എന്നിട്ട് ബീയിങ് എഴുതുക, എന്നിട്ട് വെർബിന് 3ാമത്തെ ഫോം എടുക്കുക. ഓക്കെ, ശരി. ഇവിടെ ഈസ് ആണോ ആം ആണോ ആറോ ആരാ തീരുമാനിക്കുക? ഇയാളാണ് തീരുമാനിക്കുക. ബുക്സ് ആണ്, ബുക്സ് ആണ്. ബുക്ക് എന്നാണെങ്കിൽ സിംഗുലർ ഈസ, ഈസ. അതേസമയം ബുക്സ് ആണെങ്കിൽ കുറെ ഉണ്ട്. അപ്പൊ എന്താ വരിക? ആറാ വരിക. ഐ വരുന്ന സമയത്ത് മാത്രമേ ആം വരുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ബുക്സ് ആണ്, അപ്പൊ 6 എഴുതുക. അപ്പൊ ബുക്സ് ആർ ബീയിങ്. ഇനി റീഡ് ആണ് വെർബ് അല്ലെ. റീഡിന്റെ V3 എന്താ? റീഡ്, റെഡ്, റെഡ്. റീഡ്, റെഡ്, റെഡ് ഒക്കെ ഒരേ സ്പെല്ലിംഗ് ആണ്, പക്ഷെ V2 V3 റെഡ്, റെഡ് എന്ന് വായിക്കണം. അപ്പൊ ബുക്സ് ആർ ബീയിങ് റെഡ് അല്ലെ. ഇതിന്റെ റെഡ് എന്നാ വായിക്കുന്നത്. ബുക്സ് ആർ ബീയിങ് റെഡ്. രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി. ഇനി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ബൈ ചേർത്തി ദേ ഇങ്ങോട്ട് വരുന്ന എന്താ വരും? ബൈ ദം. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ചോദ്യം,
ഐ ഹാവ് സീൻ ഹെർ, ഇതാണ് ചോദ്യം. ഐ ഹാവ് സീൻ ഹെർ, ഇതാണ് ചോദ്യം അല്ലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ആക്റ്റീവ് വോയിസിൽ സെന്റൻസ് വന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഹെർ എന്ന് നിങ്ങൾ കണ്ടാൽ, ഇവിടെ ഹെർ എന്ന് നിങ്ങൾ കണ്ടാൽ അതിന് എന്താക്കി മാറ്റണം, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇവിടെ ഹെർ എന്ന് നിങ്ങൾ കണ്ടാൽ അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഹെർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഇവിടെ എഴുതിയിട്ടുണ്ട് ഷീ എന്നായിട്ട് മാറും, ഷീ എന്നായിട്ട് മാറും. കണ്ടോ? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി രണ്ടാമത് ചെയ്ത സ്റ്റെപ്പ്, ഈ 8 ആരെങ്കിലും ഒരാൾ ഈ ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഉണ്ടാവും. നോക്കൂ, ഹാവ് പ്ലസ് V3, ഹാവ് പ്ലസ് V3 കണ്ടോ നിങ്ങൾ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 കണ്ടാൽ എന്താ എഴുതേണ്ടത്, ആ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇതിൽ ആരെങ്കിലും ഒരാൾ വീണ്ടും എഴുതുക, എന്നിട്ട് ബീൻ എന്ന് എഴുതുക, ബീൻ എന്ന് എഴുതുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക, എന്നിട്ട് ബീൻ എന്ന് എഴുതുക, പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക അല്ലെ. ഇനി ഇവിടെ ഹാസ് ആണോ ഹാവ് ആണോ ആരാ തീരുമാനിക്കുക, ഇയാളാണ്. ഷീ വരുന്ന സമയത്ത് ഹാസോ ഹാവോ, ഹാസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ടെൻസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഐ യു ദേ വി, ഐ യു ദേ വി ഇവിടെ വരികയാണെങ്കിൽ ഹാവ് എഴുതണം. ഇനി ഹിയും ഷീ ഒക്കെ വരികയാണെങ്കിൽ ഹാസ് എഴുതണം. ഇവിടെ ഷീ ആണ് ഹാസ് എഴുതുക, എന്നിട്ട് ബീൻ എഴുതുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഹാസോ ഹാവോ ഹാഡോ നിങ്ങൾ കണ്ടാൽ അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. ആക്റ്റീവ് വോയിസിൽ ഹാസോ ഹാവോ ഹാഡോ കണ്ടാൽ ഉറപ്പിച്ചോളൂ അവിടെ ഉണ്ടായിരിക്കുന്ന അതിനുശേഷം വരുന്ന വെർബ് ആരായിരിക്കും, V3 ആയിരിക്കും. ആ V3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ സീൻ V3 ആണ്, ഓൾറെഡി V3 ആണ്, അത് ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെ. ഓക്കെ, അപ്പൊ ഷീ ഹാസ് ബീൻ സീൻ. ഓക്കെ, ഇനി മൂന്നാമത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താ, ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ബൈ ചേർത്തി ഐ ഇങ്ങോട്ട് വരുന്ന എന്തായിട്ട് മാറും, ബൈ ചേർത്തി ഐ ഇങ്ങോട്ട് വരുന്ന എന്തായിട്ട് മാറും, ബൈ മീ എന്നായിട്ട് മാറും അല്ലെ. ബൈ മീ. ആൻസർ എന്താ വരിക, ഷീ ഹാസ് ബീൻ സീൻ ബൈ മീ. ഷീ ഹാസ് ബീൻ അല്ലെ. ആൻസർ എന്താ വരിക, ഷീ ഹാസ് ബീൻ സീൻ ബൈ മീ. ഇങ്ങനെ വരും ആൻസർ അല്ലെ. ഞാൻ അടുത്ത ചോദ്യം കേട്ടോ. ഐ റോട്ട് എ ലെറ്റർ, ഇതാണ് ചോദ്യം. ഐ റോട്ട് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതി അല്ലെ. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ആരാ, അവസാനം വരുന്ന ഈ എ എന്നുള്ള പദം ലെറ്ററിന്റെ കൂടെ നിൽക്കുന്ന പദമാണ് കേട്ടോ. ഈ എ എന്നുള്ള പദം ലെറ്ററിന്റെ കൂടെ നിൽക്കുന്ന പദമാണ്. അപ്പൊ ഒബ്ജക്റ്റ് ആരാ, എ ലെറ്റർ ആണ്. എ ലെറ്ററിനെ അങ്ങോട്ട് കൊണ്ടുവരിക അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പറഞ്ഞ 8 ആളുകളിൽ ആരെങ്കിലും ഒരാളുടെ നോക്കുക. അവിടെ നമുക്ക് റോട്ട് ഉണ്ട്. റോട്ട് നിങ്ങൾക്കറിയാം, റൈറ്റ് എന്ന് പറഞ്ഞ V1, അതിന്റെ V2 എന്താ, റോട്ട്. റൈറ്റിന്റെ V2 എന്താ, റോട്ട്. അപ്പൊ ഇവിടെ V2 ആണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ. റൈറ്റ് എന്ന് പറഞ്ഞാൽ V1, റോട്ട് ആണെങ്കിൽ V2 കണ്ടാൽ അല്ലെ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ V2 കണ്ടാൽ എന്താക്കി മാറ്റണം, വാസ് അല്ലെങ്കിൽ വേർ എന്ന് എഴുതുക പ്ലസ് V3 അല്ലെ. വാസ് അല്ലെങ്കിൽ വേർ എന്ന് എഴുതുക പ്ലസ് V3. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എല്ലാം V3 അവസാനിക്കേണ്ടത് മറക്കരുത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, എല്ലാം V3 അവസാനിക്കേണ്ടത് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എ ലെറ്റർ എന്ന് എഴുതുക, എന്നിട്ട് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3. ഇനി ഇവിടെ എ ലെറ്റർ ആണ് തീരുമാനിക്കുന്നത്, വാസ് ആണോ വേർ ആണോ. ഇവിടെ ലെറ്റേഴ്സ് ആണെങ്കിൽ കുറെ കത്തുകൾ ഉണ്ടെങ്കിൽ ലെറ്റേഴ്സ് ആണെങ്കിൽ വേറെ എഴുതാം. ഇവിടെ ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, വേറെ എഴുതാം. പക്ഷെ ഇവിടെ ലെറ്റർ ആണ്, എ ലെറ്റർ, ഒരു കത്തേ ഉള്ളൂ. അപ്പൊ എന്താ എഴുതേണ്ടത്, വാസ് എഴുതേണ്ടത്. എ ലെറ്റർ വാസ് അല്ലെ. ഓക്കെ, ഇനി V3 ഇവിടെ റൈറ്റ് ആണ്. ഇവിടെ വേർബ് ആരാ, റോട്ടല്ലേ, റോട്ടാണ് വേർബ് അല്ലെ. അപ്പൊ റോട്ട് പറഞ്ഞ V2 ആണ്. റൈറ്റ് V1, റോട്ട് V2, അതിന് V3 എന്താ, റിട്ടേൺ അല്ലെ. അപ്പൊ എ ലെറ്റർ വാസ് റിട്ടേൺ. അപ്പൊ ഒന്നാമത്തെ ചെയ്യേണ്ട സ്റ്റെപ്പായി, രണ്ടാമത്തെ ചെയ്യേണ്ട സ്റ്റെപ്പായി. ഇനി മൂന്നാമത്തെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ബൈ ചേർത്തി ഐ ഇങ്ങോട്ട് വരുന്ന ഇതായിട്ട് മാറും. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ബൈ ചേർത്തി ഐ ഇങ്ങോട്ട് വരുന്ന ഇതായിട്ട് മാറും, ബൈ മീ. അതാണ് ആൻസർ വരിക. അപ്പൊ ആൻസർ എന്താ വരിക, എ ലെറ്റർ വാസ് റിട്ടേൺ അല്ലെ. എ ലെറ്റർ വാസ് റിട്ടേൺ ബൈ മീ. ഇതാണ് ആൻസർ വരിക. ഓക്കെ, ശരി. അടുത്ത ചോദ്യമാണ്, ഷീ വാസ് റീഡിംഗ് ന്യൂസ് പേപ്പർ. ഇതാണ് ചോദ്യം അല്ലെ. ഓക്കെ, അപ്പൊ സബ്ജക്ട് ഒബ്ജക്ട് ന്യൂസ് പേപ്പർ. അപ്പൊ ഒബ്ജക്റ്റിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക ന്യൂസ് പേപ്പർ. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, അവിടെ നോക്കൂ, വാസ് പ്ലസ് വെർബ് പ്ലസ് ing ആണ്. ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞേ വാസ് പ്ലസ് വെർബ് പ്ലസ് ing ആണ്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞേ വാസ് അല്ലെങ്കിൽ വേർബ് പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞേ വാസ് അല്ലെങ്കിൽ വേർബ് പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ, ആ വാസ് അല്ലെങ്കിൽ വേർ ഇതിൽ ആരെങ്കിലും വീണ്ടും എഴുതുക, എന്നിട്ട് ഇവിടെ ing ഉണ്ട്. കണ്ടോ, നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ആക്റ്റീവ് വോയിസിലെ ing കണ്ടാൽ പിന്നീട് എന്തുണ്ടാവണം, ബീയിങ് എന്നുണ്ടാവണം. ബീയിങ് അല്ലെ. വാസ് അല്ലെങ്കിൽ വേർബ് പ്ലസ് വെർബ് പ്ലസ് ing കണ്ടാൽ വാസ് അല്ലെങ്കിൽ വേർ വീണ്ടും എഴുതുക, എന്നിട്ട് ബീയിങ് എന്ന് എഴുതുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. റീഡിന്റെ V3 എന്താ, റീഡ് റെഡ് അല്ലെ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, റീഡ് റെഡ്. അപ്പൊ സെയിം സ്പെല്ലിംഗ് തന്നെ, പക്ഷെ അതിന് റെഡ് എന്നാ വായിക്കേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ എ ലെറ്റർ, ഇവിടെ വാസ് ആണോ വേറെന്ന് ആരെ തീരുമാനിക്കാം, ന്യൂസ് പേപ്പർ ആണ്. ന്യൂസ് പേപ്പേഴ്സ് അല്ല, ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിൽ പ്ലൂറൽ ആണ്. അപ്പൊ വേറെ എഴുതണം. ന്യൂസ് പേപ്പർ ഒന്നേ ഉള്ളൂ. അപ്പൊ എന്താ വരിക, വാസ്.
അപ്പൊ ന്യൂസ് പേപ്പർ വാസ് ബീങ് റെഡ്. രണ്ട് സ്റ്റെപ്പ്. ഇനി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ബൈ ചേർത്തി ഷീങ്ങളുടെ ഒരു സമയത്ത് എന്തായിട്ട് മാറും? ബൈ ഹെർ. അപ്പൊ ആൻസർ എന്താ പറയുക? ന്യൂസ് പേപ്പർ വാസ് ബീങ് റെഡ് ബൈ ഹെർ. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. We had passed +2 അല്ലെ. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? വി. ഒബ്ജക്റ്റ് ആരാ? +2. അപ്പൊ +2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഫസ്റ്റ് സ്റ്റെപ്പ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഇനി രണ്ടാമത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താ? യെസ്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പറഞ്ഞ 8 ആളുകൾ ആരെങ്കിലും ഒരാളുണ്ടോ നോക്കൂ. ഹാഡ് പ്ലസ് V3 ഉണ്ട്. ഞാൻ പറഞ്ഞു ആക്റ്റീവ് വോയിസിലെ ഹാസോ ഹാവോ ഹാഡോ കണ്ടാൽ അതിനുശേഷം വരേണ്ട വെർബ് ആരായിരിക്കും വരുന്ന വെർബ്? V3 ആയിരിക്കും. അപ്പൊ ഹാഡ് പ്ലസ് V3 ഉണ്ട്. നോക്കൂ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഹാഡ് പ്ലസ് V3 കണ്ട എന്താക്കണം? ഹാഡ് ബീൻ പ്ലസ് V3 എന്നാക്കുക. അപ്പൊ ഹാഡ് ബീൻ നെയ്ത് പ്ലസ് V3. ഓൾറെഡി V3 ആണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ ഹാസോ ഹാവോ ഹാഡോ കണ്ടാൽ അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. അത് താഴെ കൊണ്ടുവരിക. അപ്പൊ +2 ഹാഡ് ബീൻ പാസ്ഡ്. ഒന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി. രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി. ഇനി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ബൈ ചേർത്ത് വി ഇങ്ങനെ ഒരു എന്തായിട്ട് മാറും? ബൈ ചേർത്ത് വി ഇങ്ങനെ എന്തായിട്ട് മാറും? ബൈ അസ് എന്നായിട്ട് മാറും. അവിടെ എഴുതിയിട്ടുണ്ട് ബൈ അസ് അല്ലെ. ശരി. അടുത്ത ചോദ്യം. ഐ ക്യാൻ വിൻ ദ മാച്ച്. ഇതാണ് ചോദ്യം. ഐ ക്യാൻ വിൻ ദ മാച്ച് അല്ലെ. ഇവിടെ സബ്ജക്റ്റ് ആരാ? ഐ സബ്ജക്റ്റ്. ഈ ദാ എന്നുള്ള പദം മാച്ചിന്റെ കൂടെ നിൽക്കുന്ന പദമാണ് കേട്ടോ. ദാ എന്നുള്ള പദം ഉണ്ടല്ലോ, ഇത് മാച്ചിന്റെ കൂടെ നിൽക്കുന്ന പദമാണ്. അപ്പൊ അതിന് വേറെ കാണരുത്. അപ്പൊ ദ മാച്ച് ആണ് ഇവിടെ എന്ത്? ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ പാസീവ് വോയിസ് കാണാം? യെസ്, ഒബ്ജക്റ്റിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ദ മാച്ച് അല്ലെ. ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പറഞ്ഞ 8 ആരെങ്കിലും ഉണ്ടെന്ന് നോക്കുക. ഇവിടെ നോക്കൂ. യെസ്, ക്യാൻ ഉണ്ട് അല്ലെ. അപ്പൊ ക്യാൻ ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ വിൽ അല്ലെങ്കിൽ വുഡ്, ഷാൾ അല്ലെങ്കിൽ ഷുഡ്, ക്യാൻ അല്ലെങ്കിൽ കുഡ്, മേ അല്ലെങ്കിൽ മൈറ്റ് അല്ലെങ്കിൽ മസ്റ്റ്. ഈ 9 ആരെങ്കിലും കണ്ടാൽ ആരൊക്കെയാ? വിൽ, വുഡ്, ഷാൾ അല്ലെങ്കിൽ ഷുഡ്, ക്യാൻ അല്ലെങ്കിൽ കുഡ്, മേ അല്ലെങ്കിൽ മൈറ്റ് അല്ലെങ്കിൽ മസ്റ്റ്. ഈ 9 ആരെങ്കിലും ഒരാൾ ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞ ഉടനെ വന്നാൽ അത് അതേപോലെ താഴെടുത്ത് എഴുതുക. എന്നിട്ട് ബി എന്ന് ചേർക്കുക. ബി എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ബി എന്ന് ചേർക്കുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. ഓക്കെ, ശരി. ഇവിടെ വെർബിന്റെ മൂന്നാമത്തെ ഫോം എന്താ? വിന്നിന്റെ V3 എന്താ? വിന്നിന്റെ V3 എന്താ? 1. വിന്നിന്റെ V3 എന്താ? 1. വിൻ 1 വിൻ എന്ന് പറഞ്ഞ V1, അതിന്റെ V2 എന്താ? 1, അതിന്റെ V3 1 ആണ്. ഓക്കെ, ആ 1 ആ V3 ഇവിടെ എടുക്കുക. ഓക്കെ, അപ്പൊ ദ മാച്ച് ക്യാൻ ബി 1. ഇനി ഇവിടെ വില്ലാണെങ്കിൽ അല്ലെ, ഇവിടെ ക്യാൻ വന്നുകൊണ്ട് ക്യാൻ ബി പ്ലസ് V3. ഇവിടെ വില്ലാണെങ്കിൽ വിൽ ബി പ്ലസ് V3, ഷാൾ ആണെങ്കിൽ ഷാൾ ബി പ്ലസ് V3, മേ ആണെങ്കിൽ മേ ബി പ്ലസ് V3, മൈറ്റ് ആണെങ്കിൽ മൈറ്റ് ബി പ്ലസ് V3, മസ്റ്റ് ആണെങ്കിൽ മസ്റ്റ് ബി പ്ലസ് V3. ആ 9 ആരെങ്കിലും വന്നാൽ അത് അതേപോലെ എടുത്ത് എഴുതുക. എന്നിട്ട് ബി എന്ന് ചേർക്കുക, എന്നിട്ട് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക. വിന്നിന്റെ V3 എന്താ? 1. അപ്പൊ ദ മാച്ച് ക്യാൻ ബി 1. 2 സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഐ ഇങ്ങോട്ട് വരുന്ന എന്തായിട്ട് മാറും? മീ. അപ്പൊ ആൻസർ എന്താ വരിക? ദ മാച്ച് ക്യാൻ ബി ദ മാച്ച് ക്യാൻ ബി 1 ബൈ മീ. ഇതാണ് ആൻസർ വരിക അല്ലെ. ശരി. അടുത്ത ചോദ്യം. They will have finished the work. They will have finished the work അല്ലെ. ഇവിടെ സബ്ജക്റ്റ് ആരാ? ഇവിടെ സബ്ജക്റ്റ് ആരാണ്? സബ്ജക്റ്റ് ആരാ? ദേ ആണ് സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആരാ? ദ വർക്ക്. ഈ ദാ എന്നുള്ള പദം വർക്കിന്റെ കൂടെ നിൽക്കുന്ന പദമാണ്. ദാ എന്നുള്ള പദം ഈ വർക്കിന്റെ കൂടെ നിൽക്കുന്ന പദമാണ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ആരാണ്? ദ വർക്ക്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ദ വർക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ രണ്ടാമത്തെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ഞാൻ ഈ പറഞ്ഞ 8 ആരെങ്കിലും ഒരാളുണ്ട് നോക്കുക. ഇവിടെ ഉണ്ട്. വിൽ ഹാവ് പ്ലസ് V3 ഉണ്ട് അല്ലെ. ഹാസോ ഹാവോ ഹാഡോ വന്നാൽ അതിനുശേഷം വരുന്ന വെർബ് ആരായിരിക്കണം? V3 ആയിരിക്കണം. ഇവിടെ ഹാവ് ഉള്ളത് കൊണ്ട് ഇവിടെ V3 വന്നിട്ടുണ്ട്. ഓക്കെ, അത് V3 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ വിൽ ഹാവ് നോക്കൂ. വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3 കണ്ടാൽ, വിൽ ഹാവ് അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3 കണ്ടാൽ എന്താ എഴുതാൻ അറിയോ? വിൽ ഹാവ് ആണെങ്കിൽ വിൽ ഹാവിന് എഴുതാം, ഷാൾ ഹാവ് ആണെങ്കിൽ ഷാൾ ഹാവിന് എഴുതാം, എന്നിട്ട് ബീൻ എന്ന് എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട് ബീൻ എന്ന് എഴുതാം, എന്നിട്ട് ആ V3 താഴെ കൊണ്ടുവരിക. V3 എഴുതണം. ഓക്കെ, ശരി. അപ്പോൾ വിൽ ഹാവ് ആണ്. അപ്പൊ വിൽ ഹാവ് അല്ലെ, വിൽ ഹാവ് ബീൻ എന്ന് എഴുതാം. വിൽ ഹാവ് ബീൻ എന്ന് എഴുതാം പ്ലസ് V3. നോക്കൂ, ഇവിടെ V3 ഓൾറെഡി V3 ഇവിടെ ഉണ്ട്. ആക്റ്റീവ് വോയിസിൽ V3 ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ആക്റ്റീവ് വോയിസിൽ ഹാസോ ഹാവോ ഹാഡോ നിങ്ങൾ കണ്ടാൽ അതിനുശേഷം വരുന്ന വെർബ് V3 ആയിരിക്കും. ആ V3 താഴെ കൊണ്ടുവരിക അല്ലെ. ഓക്കെ, അപ്പൊ ദ വർക്ക് വിൽ ഹാവ് ബീൻ ഫിനിഷ്ഡ് അല്ലെ. 2 സ്റ്റെപ്പായി. ഒന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി, രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി. ഇനി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ബൈ ചേർത്തി ദേ ഇങ്ങോട്ട് വരുന്ന എന്തായിട്ട് മാറും? ബൈ ദം എന്നായിട്ട് മാറും. അപ്പൊ ആൻസർ എന്താ വരിക? The work will have been finished by them. Okay? ശരി. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഐ നോ ഹിം. ഇതിന്റെ പാസീവ് വോയിസ് കാണാൻ പറ്റും. ചെറിയൊരു മാറ്റം ഉണ്ട് ഇവിടെ. ഐ നോ ഹിം. ഇതിന്റെ പാസീവ് വോയിസ് കാണാൻ പറയണം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഐ. ഒബ്ജക്റ്റ് ആരാണ്?
ഹിം അല്ലെ. അപ്പൊ ആക്റ്റീവ് വോയിസിലെ സെന്റൻസ് വന്നിട്ട് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഹിം ഇങ്ങോട്ട് വരുന്ന സമയം എന്തായിട്ട് മാറും, ഹി ആയിട്ട് മാറും. ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് കൈയോടെ ഞാൻ ഈ പറഞ്ഞ 8 ആരെങ്കിലും ഒരാളുടെ നോക്കുക അല്ലെ. അതിന്റെ ഇവിടെ നോ എന്ന് പറഞ്ഞ V1 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. V1 കണ്ടാൽ എന്താക്കി മാറ്റണം, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ ഫോം എടുക്കുക അല്ലെ. ഓക്കെ, ഹി വരുന്ന സമയത്ത് ഈസ് ആം ആർ, ഹി വരുന്ന സമയത്ത് ഈസ് ആണ്, ഹി ഈസ്. ഇനി നോ എന്നുള്ളതിന്റെ V3 എന്താ, നോ ന്യൂ നോൺ, നോൺ അത് എഴുതുക നോൺ. ഓക്കെ ശരി, അത് സാധാരണ പോലെ ചെയ്യണം. പക്ഷെ മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അല്ലെ. അപ്പൊ ബൈ മീ എന്ന് പറഞ്ഞു പോകും, പക്ഷെ തെറ്റാ പറയരുത്. കാരണം ശ്രദ്ധിച്ചോളൂ, ഇവിടെ നോൺ എന്നറിയപ്പെടുന്ന ഒരു വെർബുണ്ട്, കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പൊ നോൺ എന്നാണ് ഇവിടെ വരുന്നതെങ്കിൽ നോൺ എന്ന് നിങ്ങൾ കണ്ടാൽ അത് ഒരിക്കലും ബൈ ചേർത്തിട്ടല്ല ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ബൈ അല്ല ചേർക്കേണ്ടത്, അവിടെ ടു ആണ് ചേർക്കേണ്ടത്. അപ്പൊ ടു മീ എന്നായിട്ട് മാറും, ബൈ മീ അല്ല ടു മീ. അപ്പൊ ശ്രദ്ധിക്കണം, നോൺ എന്ന് കണ്ടാൽ അതിനുശേഷം എന്താ ചേർക്കേണ്ടത്, നോൺ എന്ന് കണ്ടാൽ അതിനുശേഷം എന്താ ചേർക്കേണ്ടത്, ടു ടു ടു. അപ്പൊ കുറച്ച് വെറുബുകൾ ഉണ്ട് അങ്ങനെ, അത് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഷോക്കഡ് എന്ന് കണ്ടാൽ അവിടെ അറ്റാണ് ചേർക്കുക. എന്താ ചേർക്കുക, അറ്റ്. ഇനി അഫക്റ്റഡ് എന്ന് കണ്ടാൽ അവിടെ വിത്താണ് ചേർക്കേണ്ടത്. അഫക്റ്റഡ് കണ്ടാൽ എന്താ ചേർക്കേണ്ടത്, വിത്താണ് ചേർക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിട്ട്? ഇനി സർപ്രൈസ്ഡ് എന്ന് കണ്ടാലും അവിടെ അറ്റാണ് ചേർക്കേണ്ടത്. എന്താ ചേർക്കുക, അറ്റ്. അപ്പൊ നോൺ എന്നാണെങ്കിൽ ടു ചേർക്കണം, ഷോക്കഡ് ആണെങ്കിലും സർപ്രൈസ്ഡ് ആണെങ്കിലും അറ്റ് ചേർക്കണം, അഫക്റ്റഡ് ആണെങ്കിൽ വിത്ത് ചേർക്കണം. ഇതാണ് ചോദിച്ചിട്ടുള്ള വാക്കുകൾ. നോൺ കണ്ട ടു, ഷോക്കഡ് ആണെങ്കിൽ അറ്റ്, അഫക്റ്റഡ് ആണെങ്കിൽ വിത്ത്, സർപ്രൈസ്ഡ് ആണെങ്കിൽ അറ്റ്. ഓക്കെ, ഞാനൊരു ചോദ്യം ഇവിടെ പറയാട്ടോ, എഴുതിക്കോളൂ എല്ലാവരും നോക്കിക്കോളൂ. ഈ ചോദ്യം ഞാൻ ഇവിടെ പറയാം. The tragedy affected her. ഇതാണ് ചോദ്യം. The tragedy affected her അല്ലെ. അപ്പൊ ഇവിടെ സബ്ജക്ട് ആരാ, the tragedy അല്ലെ. ഇതാന്നുള്ള പദം, ഈ ദാന്നുള്ള പദം ട്രാജഡിന്റെ കൂടെ നിൽക്കുന്ന പദമാണ് കേട്ടോ. ഒബ്ജക്ട് ആരാ, ഹർ അല്ലെ. അപ്പൊ ആക്റ്റീവ് വോയിസിന്റെ സബ്ജക്ട് നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഒബ്ജക്റ്റിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. ഹർ ഇങ്ങോട്ട് വരുന്ന എന്തായിട്ട് മാറും, ഹർ ആണെങ്കിൽ എന്തായിട്ട് മാറും, ഷീ ആയിട്ട് മാറും അല്ലെ. ഇനി രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ആക്റ്റീവ് വോയിസിലെ സബ്ജക്ട് കഴിഞ്ഞുടനെ ഈ 8 ആരെങ്കിലും ഒരാളുടെ നോക്കുക. ഇവിടെ നോക്കുക, അഫക്റ്റഡ്. അഫക്റ്റീവ് പറഞ്ഞ V1, അതിന്റെ V2 എന്താ, അഫക്റ്റഡ് അല്ലെ. അതിന്റെ V2 എന്താണ്, അഫക്റ്റഡ്. അപ്പൊ അത് V2 ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ ശരി. അപ്പൊ V2 കണ്ടാൽ എന്താ എഴുതേണ്ടത്, അതിനുശേഷം അവിടെ എന്താ എഴുതേണ്ടത്, അതെന്തായിട്ട് മാറുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. V2 കണ്ടാൽ വാസ് അല്ലെങ്കിൽ വേർ, ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുതുക പ്ലസ് V3 അല്ലെ. ശരി, ഇവിടെ ഷീ ആണ്. ഷീ വരുന്ന സമയത്ത് വാസ വേറോ, ഷീ വരുന്ന സമയത്ത് വാസ വേറോ, ഇവിടെ വാസ് ആണ് ചേർക്കുക. ഷീ വാസ് എന്നാ പറയേണ്ടത്. ഇനി അഫക്റ്റ് എന്നുള്ളതിന്റെ V3 എന്താ, അഫക്റ്റ്, അഫക്റ്റഡ്, അതിന്റെ V3യും അഫക്റ്റഡ് ആണ്. അഫക്റ്റ്, അഫക്റ്റഡ്, അഫക്റ്റഡ്. അപ്പൊ ആ V3 അഫക്റ്റഡ് ഇവിടെ എഴുതുക. ഓക്കെ ശരി. അപ്പൊ ഷീ വാസ് അഫക്റ്റഡ്. രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പായി. ഇനി മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ബൈ ചേർത്തി ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അല്ലെ. പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, അവിടെ ബൈ ഒരിക്കലും ചേർക്കരുത്. ഏതൊക്കെയാ വാക്കുള്ളത്, നോൺ, നോൺ കണ്ടാൽ ടു ചേർക്കണം, ഷോക്കഡ് ആണെങ്കിൽ അറ്റ് ചേർക്കണം, സർപ്രൈസ്ഡ് ആണെങ്കിൽ അറ്റ് ചേർക്കണം, അതേപോലെ അഫക്റ്റഡ് ആണെങ്കിൽ വിത്ത് ചേർക്കണം. അവിടെ വിത്ത് ചേർത്തിട്ട് ഈ ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റിനെ പാസീവ് വോയിസിലെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ വിത്ത് ദ ട്രാജഡി. അപ്പൊ ആൻസർ എന്താ വരിക, ഷീ വാസ് അഫക്റ്റഡ് വിത്ത് ദ ട്രാജഡി. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ഒരു അസേർട്ടീവ് സെന്റൻസിന്റെ പാസീവ് വോയിസ് കാണുക. ഞാൻ ഇത്ര നേരം പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേര് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സബ്ജക്ട് ഉണ്ടാവും, അവിടെ ഒരു ഒബ്ജക്ട് ഉണ്ടാവും, അവിടെ ഒരു സബ്ജക്ട് ഉണ്ടാവും, അവിടെ ഒരു വെർബ് ഉണ്ടാവും, അവിടെ ഒരു ഒബ്ജക്ട് ഉണ്ടാവും. തുടക്കം സബ്ജക്ട് വരും, അവസാനം ഒബ്ജക്ട് വരും. ഓക്കെ, ഇങ്ങനത്തെ സെന്റൻസുകൾക്കാണ് അസേർട്ടീവ് സെന്റൻസ് പറയാം. മനസ്സിലായി? തുടക്കം ഒരു സബ്ജക്ട് വരും, രണ്ടാമത് വരുന്ന ആള് വെർബ് ആയിരിക്കും, മൂന്നാമത് വരുന്ന ആള് ഒബ്ജക്ട് ആയിരിക്കും. സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്. ഈ ഒരു സ്ട്രക്ചറിൽ വരുന്ന സെന്റൻസുകളൊക്കെ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയാം, അസേർട്ടീവ് സെന്റൻസ് പറയാം. അപ്പൊ ഒരു അസേർട്ടീവ് സെന്റൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ കാണാം, അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ ശരി, ഈ 3 സ്റ്റെപ്പ് അവിടെ ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PSC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PSC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.